പഠിച്ച കാര്യങ്ങൾ എക്സാം ഹാളിൽ എത്തുന്ന സമയത്ത് മറന്നു പോകുന്നു, ഒട്ടും മാർക്ക് കൂടുന്നില്ല എക്സാംസിൽ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഉപകാരപ്പെടും. ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് ടോപ്പ് 5 ബെസ്റ്റ് ടെക്നിക്സ് ദാറ്റ് വിൽ ഇൻക്രീസ് യുവർ ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. പഠിക്കുന്ന സമയത്ത് ഫോക്കസോട് കൂടി പഠിച്ചാൽ മാത്രമാണ് നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ ഓർമ്മ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫോക്കസ് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്ന 5 ടെക്നിക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പലരും പല സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ടായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കാം, ആൻഡ് മറ്റു ചിലർ ഒരു പ്രോപ്പറായിട്ടുള്ള ഏരിയയിൽ ഇരുന്നുകൊണ്ടായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കാം. എങ്ങനെയായാലും നിങ്ങൾ പഠിക്കുന്ന സ്ഥലം നിങ്ങളുടെ ഫോക്കസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. എത്രത്തോളം മെസ്സായിട്ട് ആ സ്ഥലം കിടക്കുന്നു അത്രത്തോളം നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള സാധ്യത കൂടുന്നു. അതേപോലെ നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര സമയം അവിടെ ഇരുന്ന് പഠിച്ചാലും പഠിക്കുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കം പെർസെൻറ്റേജ് മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സ്ഥലം നല്ല രീതിയിൽ ആദ്യം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമുക്കറിയാം കറൻറ്റ് സിനാരിയോയിൽ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് കുട്ടികളിൽ വളരെയധികം ഡിസ്ട്രാക്ഷൻസ് കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് മാക്സിമം മൊബൈൽ ഫോൺ സൈലൻറ്റ് മോഡിലാക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റൂമിൽ കൊണ്ടുവയ്ക്കുകയോ ചെയ്യാം. സെക്കൻഡ് വൺ, ഹാബിറ്റ് സ്റ്റാക്കിംഗ്. നമ്മളൊരു കാര്യം ചെയ്ത ശേഷം ഇത്ര സമയം പഠിക്കും, ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്. ഇതെന്ന് പറയുന്നത് സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. സോ യു ക്യാൻ ജസ്റ്റ് ഡു ഇറ്റ്. ഒരു എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ഒരു ടീ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത 25 മിനിറ്റോളം ഞാൻ പഠിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രോപ്പർ പ്ലാനിങ് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ പഠിക്കാൻ തന്നെ തോന്നും. ഫോർത്ത് വൺ, സ്റ്റഡി വിത്ത് എ റിവാർഡ്. നമ്മൾ എന്തെങ്കിലും പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു സമ്മാനം കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷം തോന്നും. അടുത്ത തവണയും അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സമ്മാനം വാങ്ങാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്യും. ഇതേപോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന സാധനം നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഓരോ സെഷന് ശേഷവും ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ സെൽഫായിട്ട് നൽകുക. അപ്പോൾ തന്നെ പിന്നീടും വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു അത് വരും. ഒരു ഈസി എക്സാമ്പിൾ നോക്കാം. ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ ഞാൻ പഠിക്കും. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഞാൻ നടക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കും. അപ്പോൾ ഇവിടുത്തെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന റിവാർഡ് ഏതൊക്കെയാണ്? നടക്കുക അല്ലെങ്കിൽ പാട്ട് കേൾക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും റിവാർഡ്സ് നിങ്ങൾക്ക് നൽകാം. ഇഫ് നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ സെൽഫ് റിവാർഡിങ് മെത്തേഡ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ നല്ല സമ്മാനങ്ങൾ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ ഒരു ട്രാക്കിലേക്ക് കയറുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള പാർട്ട്. വൺസ് നമ്മളൊരു ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. പല സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഒരു കാര്യം നമ്മൾ 2 മിനിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ആ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു റൂളിൻ്റെ പേരാണ് ദ 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ മടിയുണ്ടെങ്കിൽ ഈ ഒരു റൂൾ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് വൺ ബട്ട് നോട്ട് ലീസ്റ്റ്, ട്രാക്കിംഗ് ആൻഡ് വിഷ്വൽ പ്രോഗ്രസ്. നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഓരോ ദിവസം കൂടുന്തോറും അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് ഓരോ ദിവസവും നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് ട്രാക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണുന്ന സമയത്ത് നല്ല മോട്ടിവേഷൻ തോന്നും. ഇഫ് നമ്മൾ ഒരു ദിവസം ഒട്ടും പഠിച്ചിട്ടില്ല എന്ന് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സെൽഫ് മോട്ടിവേഷൻ തോന്നുകയും പിന്നീടുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ടിപ്പാണ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ വേസ് ആണ് ട്രാക്കിങ്ങിനായിട്ടുള്ളത്? ഫസ്റ്റ് വൺ, ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ ടാസ്ക് ചെയ്യാനായിട്ടുണ്ട് എന്ന് എഴുതി വയ്ക്കുക. അതിനുശേഷം നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഒരു ടിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്യുകയോ ക്രോസ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്തെന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഇതേപോലെ ടൈം ടേബിളും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇതൊക്കെയാണ് ഈ ഒരു ട്രാക്കിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പ് 5 ടെക്നിക്സ് ഏതൊക്കെയായിരുന്നു ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കാം. First one, design a distraction-free environment. Second one, use habit stacking method. Third one, pair study with a small reward. Fourth one, use 2-minute rule to avoid procrastination. Fifth one, track your progress continuously. സോ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ള 5 ടെക്നിക്സ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ആൻഡ് നല്ലൊരു ഇഫക്റ്റീവ് റിസൾട്ട് കിട്ടുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ്. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും അണ്ടിൽ ദെൻ ബൈ.